ഹായ് ഫ്രണ്ട്സ്, ദേവന വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹോം ടൂർ എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ പണ്ട് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, പഠന റൂം അത് ശരിയാക്കിയിട്ട് എടുക്കാമെന്നൊക്കെ പറഞ്ഞ് നിർത്തിയ ഒരു വീഡിയോ. പിന്നെ അതിന് വേണ്ടിയിട്ട് കോണി റൂം ഉണ്ടാക്കിയ കാരണം നമുക്ക് ആ അടുക്കള നഷ്ടപ്പെട്ടു. അതിന് പകരം പുതിയൊരു അടുക്കള ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പകുതി പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആദ്യം വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്നും കൂടി കാണിക്കണമെന്ന്. അപ്പോൾ അതൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമുക്ക് പുതിയ അടുക്കള ഉണ്ടാക്കിയത് കേട്ടോ. അടിപൊളി അടുക്കളയാണ്, പഴയ അടുക്കളയെക്കാട്ടി നല്ല എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ ഈ അടുക്കള. അപ്പോൾ ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ചെറുതാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ സിങ്ക് മക്കളുടെ സെലക്ഷനാണ്. അവർ സാധാ സിങ്കിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം, എന്തോ ഫ്രൂട്ട്സ് കഴുകാനുള്ളൊരു സംഭവം എന്തൊക്കെയാണ്. പിന്നെ പാത്രം കഴുകി അതിൽ വെക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞു, അവരുടെ ഇഷ്ടം. പിന്നെ നമ്മൾ അതിനോട് തൊട്ട് തന്നെ പാത്രം കഴുകാനുള്ള വലിയൊരു സ്പേസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ചുവട്ടിലാണ് നമുക്ക് ഗ്യാസ് സിലിണ്ടർ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. പുറത്തേക്കായിട്ട് വരും അത്. പിന്നെ ഇനി അതിന് ഗ്രില്ലൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇത്രയേ ചെയ്തിട്ടുള്ളൂ. കപ്പ്, ഗ്ലാസ് ഇതൊക്കെ വെക്കേണ്ട ഇതാണ് ഒരു സൈഡ് വെച്ചിരിക്കുന്നത്. ഇപ്പുറത്ത് നമ്മൾ പൊടികളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ഇതിൽ പാത്രങ്ങളൊക്കെ വെക്കാം. ഞാനിപ്പോൾ പൊടികളാണ് വെച്ചിരിക്കുന്നത്. അധികം വലിയ അടുക്കള അങ്ങനെയൊന്നല്ല കേട്ടോ, ചെറിയ നമുക്ക് ഒരു ഒതുങ്ങിയ, ഇവിടെ മുറ്റമായിരുന്നു, ആ മുറ്റവും അതിനും കൂടി ചേർന്നിട്ടുള്ള ഭാഗത്താണ് അടുക്കള. അപ്പോൾ നമുക്ക് മുറ്റത്ത് കൂടെ ഇറങ്ങിയിട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് രണ്ട് ഭാഗത്തും ഗ്രില്ല് വെച്ചിട്ട് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ ആദ്യം മുന്നേ അടുപ്പുണ്ടായിരുന്ന അവിടെ നമ്മൾ ഫ്രിഡ്ജൊക്കെ വെച്ചിട്ട് അങ്ങനെ ചെയ്തു. ഇവിടെയാണ് പാത്രം കഴുകണ സെറ്റൊക്കെ ആദ്യം ഉണ്ടായിരുന്നത്. അവിടുത്തെ പിന്നെ നമുക്ക് ആ ഒരു തിണ്ട് പോലെ ആക്കി വെച്ചിട്ടുണ്ട്. അവിടെ ഭക്ഷണം കഴിക്കുക, പിന്നെ കഷ്ണം മുറിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക, ചപ്പാത്തി അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു തിണ്ട് അങ്ങനെ തന്നെ നിർത്തിയിരിക്കുകയാണ് ചെയ്തത്. പിന്നെ അതിനൊക്കെ കാർഡ്ബോർഡ് കൊടുത്തിട്ടുണ്ട് ഓരോന്നിനും. ഇപ്പോൾ അതിൻ്റെ ഉള്ളിലെ സാധനങ്ങളൊക്കെ ഫിറ്റായി നിറഞ്ഞിരിക്കുക കേട്ടോ. തട്ടായിട്ട് കൊടുത്തിട്ട് നമുക്ക് എത്ര സാധനം വേണമെങ്കിലും നമുക്ക് പുറത്തൊന്നും ഇടാതെ ഉള്ളിലേക്ക്, സ്റ്റോർ റൂം ഇവിടെ ഇല്ല, അപ്പോൾ അതുകൊണ്ട് അതിനും കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇതിലൊക്കെ ഇനി സാധനങ്ങളൊക്കെ വെക്കാട്ടോ. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ ഒക്കെ ഫുള്ളായിട്ട് ഇനി അതിലൊന്നും സ്ഥലവും ഉണ്ടാവില്ല. ഇതിപ്പോൾ പൊടികളൊക്കെ വെക്കുക. പിന്നെ ഞാനിപ്പോൾ അത് പിടിത്തുണിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് പാക്കറ്റുകളൊക്കെ വരുന്നത് അതിലേക്കാക്കി വെക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് പാത്രങ്ങൾ, ഇനി ഇതുപോലത്തെ കുറച്ചും കൂടി ഡപ്പകൾ വാങ്ങിയിട്ട് ഇതിൽ നിറച്ച് ഫില്ലാക്കിയ കുറേശ്ശെ ഉള്ള ജീരകം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതിൽ വെക്കാൻ പറ്റും. ഇത് ഞാൻ അവരോട് പറഞ്ഞ് ചെയ്യിച്ചതാണ്. ഇതിൽ വന്നിട്ട് പാത്രം വെക്കണതും നമുക്ക് കയ്യിൽ സ്പൂണ് വെക്കണത് മാത്രമേ ഇതിൽ വരുള്ളൂ. അപ്പോൾ ഞാൻ എക്സ്ട്രാ ഒന്നും കൂടി ചെയ്യാൻ പറഞ്ഞിട്ടാണ് ആ പൊടികൾ വെക്കണത് ഉണ്ടാക്കിയത്. ഇത് പിന്നെ പ്ലേറ്റുകളൊക്കെ വെക്കണതാട്ടോ. പ്ലേറ്റൊന്നും അതിൽ വെച്ചിട്ടില്ല. മുന്നത്തെ അടുക്കളയിലും കബോർഡ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ മെത്തേഡല്ല, നമുക്ക് പിടിച്ചിട്ട് ഇങ്ങനെ തുറക്കണതാണ്. അതിൽ കുറേ തട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. അത് കോൺക്രീറ്റ് കൊണ്ട് തന്നെ ചെയ്തിട്ട് വെച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ നിറയെ പാത്രങ്ങളൊക്കെ അങ്ങോട്ട് ഇനിയും വെക്കാം. ഒരുപാട് സ്ഥലമൊക്കെ ഉണ്ട്. ഗ്യാസ് സിലിണ്ടറായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഗ്യാസ് സിലിണ്ടർ നമുക്ക് പുറത്തേക്ക് വെച്ചു.
ഇവിടെ പിന്നെ നമുക്ക് പാത്രം കഴുകണതും അതുപോലെ പെനോയിൽ സോപ്പും പൊടി അതൊക്കെ ഈ സിങ്കിൻ്റെ താഴെയുള്ളതിൽ അങ്ങനെ വെച്ചിരിക്കുകയാണ്. പിന്നെ നമ്മുടെ പഠന റൂമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പണി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി പണിയൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ ടൈലൊക്കെ ഇട്ട് റെഡിയാക്കി, പിന്നെ കോണിയൊക്കെ അങ്ങനെ സെറ്റാക്കിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയും പർഗോളയുടെ പണിയൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അതുവരേക്കുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ മുകളിലൊരു ബാത്റൂം ഉണ്ട്. ഇപ്പോൾ പഠന റൂം നമുക്ക് നോക്കാം. അപ്പോൾ ഡോറൊക്കെ വെച്ച് ശരിയാക്കിയിട്ടുണ്ട്. പിന്നെ അപ്പുറത്താണ് ബാത്റൂം. ഇതിപ്പോൾ പഠന റൂം ഇങ്ങനെയും ആക്കി വെച്ചിട്ടുണ്ട്. അവിടെ നല്ല വെളിച്ചമൊക്കെ ഉണ്ട്. അവർ പറഞ്ഞ സ്ഥിതിയിൽ തന്നെയാണ് ചെയ്തത്. 2 ജനൽ, അതുപോലെ കുട്ടികൾക്ക് ബുക്ക് വയ്ക്കാനുള്ള അൽമാര, ഷോക്കേസ്, പിന്നെ ഒരു ഫാന്, അതൊക്കെയാണ് അവർ നിർബന്ധം പറഞ്ഞത്. അതുപോലെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അവരൊക്കെ വന്ന് നോക്കി, ബ്ലോക്കിൽ നിന്നൊക്കെ ആൾ വന്ന് നോക്കി. അവർക്കൊക്കെ നന്നായിട്ടൊക്കെ ഇഷ്ടപ്പെട്ടു. നമുക്ക് ഫണ്ടൊക്കെ കിട്ടാനുള്ളതൊക്കെ കിട്ടി. ബുക്ക് വയ്ക്കുന്ന അടിയിൽ നമുക്ക് തുണികളൊക്കെ വെക്കാനുള്ളതുണ്ട്. അതിൻ്റെ അപ്പുറത്ത് ഞങ്ങൾ പിന്നെ എക്സ്ട്രാ ഡ്രസ്സ് വെക്കാനുള്ളതും കൂടി സെറ്റ് ചെയ്തു. ഏതായാലും പിന്നെ റൂം ഉണ്ടാക്കുകയല്ലേ, പിന്നെ വേറെ ഉണ്ടാക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്തു. ഇതിലൊക്കെ ഡ്രസ്സ് നമുക്ക് സെറ്റ് ചെയ്യാം. ഇവിടുന്ന് ഇപ്പോൾ നോക്കുമ്പോൾ നമുക്ക് റോഡ്, അങ്ങനെ അപ്പുറത്തെ പുഴയും കാണാം. അത് ദൂരെ കാണുന്നത് പുഴയാണ് കേട്ടോ. പക്ഷെ അപ്പം നമുക്ക് വെള്ളമൊന്നും ഇല്ലാത്ത കാരണം അങ്ങനെ ക്ലിയർ ആയിട്ട് കാണില്ല. ഇപ്പോൾ മണലാണ് മൊത്തം കിടക്കുന്നത്. ഇത് റൂമിൻ്റെ അപ്പുറത്തെ ഭാഗത്തെ സൈഡാണ്. ഇത് ഇവിടെ നല്ല സൈറ്റാണ് കാണാൻ നമുക്കുള്ളത്, തോട്ടങ്ങളൊക്കെ. ഇതാണ് പിന്നെ കോമൺ ബാത്റൂമായിട്ടാണ് ഇത് വരിക. അതിൻ്റെ അപ്പുറത്ത് ഒരു 2 റൂമുകൾ, അപ്പുറത്തും ഇപ്പുറത്തും ഓരോ റൂമിലുള്ള സ്പേസ് അവിടെ ഇട്ടിരിക്കുകയാണ്. അതൊന്നും നമ്മളിപ്പോൾ ചെയ്തിട്ടില്ല കേട്ടോ. അതൊക്കെ ഭാവിയിൽ ചെയ്യാവുന്നതുള്ളൂ. ഇപ്പോൾ അതൊന്നും ഇത്രയേ ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ പഠന റൂമിലേക്കുള്ള ബാത്റൂം, അത് ക്ലോസറ്റ് ഒന്നും വെച്ചിട്ടില്ല. ഇപ്പം നമുക്ക് ഇതിൽ ഉപയോഗിക്കാൻ പറ്റും, ബാത്ത് ചെയ്യാനൊക്കെ പറ്റും, കുളിക്കാനൊക്കെ പറ്റും. അപ്പോൾ 3 റൂം, 2 റൂമും കൂടി അതിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ 3 റൂമൊന്നും ഈ കോമൺ ആയിട്ടുള്ള ബാത്റൂമൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അതായത് സെപ്പറേറ്റ് റൂമുകളിൽ ബാത്റൂം ഇതിനില്ല. ഇനി പുറത്തേക്ക് വരാന്തയൊക്കെ എടുക്കാനുണ്ട് കേട്ടോ. അതൊന്നും ചെയ്തിട്ടില്ല.
ഇനി കോണിയിലൊക്കെ കുറേ വർക്കൊക്കെ ചെയ്യാനുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത് ഈ ഹോളിൽ നിന്ന് നമ്മൾ അടുക്കള ഉണ്ടായിരുന്ന സമയത്ത് അതിലേക്കുള്ള ഷോക്കേസ് ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതെടുത്ത് മാറ്റിയിട്ട് നമ്മളിങ്ങനെ ഓപ്പൺ കിച്ചൺ പോലെയുള്ള ഒരു പിന്നെ മെത്തേഡ് കൊണ്ടുവന്നു. അപ്പോൾ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഹോളിൽ നിന്ന് ഇപ്പോൾ ഈ കോണി റൂമും കാണാം. അങ്ങനെ അപ്പോൾ അവിടെ ഒരു നമ്മൾ അക്വേറിയം വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് അങ്ങനെയാണ്. ഇപ്പോൾ അങ്ങനെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ ഈ ഹോളിൽ നിന്ന് നോക്കിയാൽ മൊത്തം ഒരു വലിയ ഹോള് പോലെ ഒരു ഫീല് വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.